ന്യൂസ് 16 കേരള. പ്രവാസികളുടേത് അതിർവരമ്പുകളില്ലാത്ത കാരുണ്യ പ്രവർത്തനം. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ സമൂഹം, വിശിഷ്യ മുസ്ലിം സമൂഹം നേരിടുന്ന അരക്ഷിതാവസ്ഥ ഗുരുതരമാണ്. നാൾക്കുനാൾ എന്ന നിലയിൽ സമുദായ ഉന്മൂലനത്തിന് ഒരു വിഭാഗം ശക്തമായി കളമൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വിശാല കാഴ്ചപ്പാടോടെ സംഘടിതമായി നാം തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരി ഉപയോഗം, ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റവും, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുള്ള സമുദായത്തിന്റെ അകൽച്ച, വർദ്ധിച്ചു വരുന്ന അധാർമിക പ്രവണതകൾ എന്നിവകൾക്കെതിരെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ മുഴുവൻ DKICC അടക്കമുള്ള മുഴുവൻ പ്രവാസി സംഘടനകളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചർ സെന്റർ സംസ്ഥാന ജനറൽ കൺവീനർ മൂവാറ്റുപുഴ PK സുലൈമാൻ മൗലവി പറഞ്ഞു. ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചർ സെന്റർ UAE നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ചങ്ങനാശ്ശേരി നൌഷാദ് നദ്വി MFBയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ DKICC മക്കത്തുൽ മുക്കർമ ജനറൽ സെക്രട്ടറി സലീം കണനാക്കുഴി സ്വാഗതം പറഞ്ഞു. ജമാഅത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നദീർ മൗലവി ഈരാറ്റുപേട്ട, ദക്ഷിണ വിദ്യാഭ്യാസ ബോർഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാങ്ങോട്ട് കമറുദ്ദീൻ മൗലവി, ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സക്കീർ ഹാജി ഈരാറ്റുപേട്ട, ചവറ മേഖല സംയുക്ത വേദി പ്രസിഡന്റ് തേവലക്കര മുഹമ്മദ് കുഞ്ഞു ഗനീമി, സൗദി നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം കുട്ടി ഹാജി ശാസ്താംകോട്ട, ഒമാൻ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഫസലുദ്ദീൻ മന്നാനി, KMYFM സംസ്ഥാന പ്രസിഡന്റ് ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി, സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സഫീർ ഖാൻ മന്നാനി, കരുനാഗപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി ഷാഹിദ് ഹാദി അൽ ഖാസിമി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. DKICC റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുനീർ ഷാ തണ്ടാശ്ശേരി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ അബ്ദുൽ കലാം മൗലവി. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.